നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താനിപ്പോ ആ പഴയ പാർവതിയല്ല. സർ, സർ എന്തേ പറയുന്നേ? ഞാൻ എന്ത് മറച്ചു വെച്ചെന്നാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി തനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതറിയാത്ത മട്ടിൽ താൻ മനഃപൂർവ്വം പെരുമാറുന്നത്. ഇനിയിപ്പോ തനിക്കത് വ്യക്തമായില്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. തന്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതി കൊടുക്കണമെന്ന് ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ആദ്യം താനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോ തന്റെ മൗനം സമ്മതമാണെന്ന് ഞാൻ അങ്ങ് കരുതി. ആ ധാരണയില് ഞാൻ രജിസ്ട്രേഷന് വേണ്ട നടപടികൾ ആരംഭിച്ചു. അന്നേരം ഇക്കാര്യത്തിൽ തന്റെ സമ്മതം നേരിട്ടറിയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. അപ്പോ എന്താ സംഭവിച്ചത്? താൻ സമ്മതമാണോ അല്ലയോ എന്ന് പറയാതെ മടിച്ചു നിന്നു. പിന്നെ ഏറെ സമയം കഴിഞ്ഞതിന് ശേഷം എന്നാ പിന്നെ എന്റെ ആഗ്രഹം നടക്കട്ടെ എന്നൊരു തീരുമാനം താനും എടുത്തത്. അവിടെയും താൻ എന്തോ ഒളിപ്പിച്ചു. തനിക്ക് ഈ സ്വത്തുക്കളോടൊന്നും താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉടനെ വസ്തുക്കള് അമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ താൻ സമ്മതിക്കുമായിരുന്നു. അതൊക്കെ വ്യക്തമായി തന്നെ പറയുമായിരുന്നു. താനത് ചെയ്തില്ല. ഇനി വസ്തുക്കളോട് തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര നിർബന്ധിച്ചാലും ഇതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാൻ താൻ തയ്യാറാവില്ലായിരുന്നു. ആദ്യം താൻ ഈ വസ്തു കൈമാറ്റത്തെ എതിർത്തിട്ട് ഇപ്പോ അതിന് സമ്മതിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ താൻ എന്തോ കാര്യമായിട്ട് എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമാണ്. അതെന്താണ്? താൻ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? സർ, ഒന്നുമില്ല സർ. താനേ എന്നോട് കള്ളം പറയരുത്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സർ, ഇവിടുത്തെ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി തന്നത് സാറിന്റെ അച്ഛനും. അപ്പോ ഞാനത് മറ്റൊരാൾക്ക് കൈമാറുമ്പോ അച്ഛന്റെ അഭിപ്രായം കൂടി അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അമ്മയ്ക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് അച്ഛന്റെ ഒരു വാക്കുകൂടി ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി ഞാനൊന്ന് കാത്തു നിന്നു. അതുകൊണ്ടാ സാർ ആദ്യം എന്നോട് സമ്മതാണോ എന്ന് ചോദിച്ചപ്പോ ഞാനൊന്നും മിണ്ടാൻ നിന്നത്. നോ നോ നോ, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. താൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിന് അച്ഛൻ തനിക്കിപ്പോ സമ്മതം നൽകിയെന്ന് വേണമല്ലോ കരുതാൻ. സർ, അതെ, സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ വസ്തു അമ്മയ്ക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും താൻ എന്തോ മറയ്ക്കാണ്. പ്രഭാവതി അമ്മയ്ക്ക് വസ്തു കൈമാറുന്നതിനോട് അച്ഛന് യോജിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അത് ഡൈനിങ് ടേബിളിൽ വെച്ച് പറയുമായിരുന്നല്ലോ. എന്നാ അതല്ലല്ലോ സംഭവിച്ചത്. ഒന്നും പറയാതെ ഏതാണ്ട് പ്രതിഷേധിക്കുന്ന മട്ടിൽ തൈ കഴുകിയിട്ട് ഇറങ്ങി പോവുകയല്ലേ അച്ഛൻ ചെയ്തത്. പാർവതി, സ്വത്ത് കൈമാറുന്ന വിവരം താൻ അച്ഛനോട് സംസാരിച്ചു എന്നതിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. തനിക്കിപ്പോഴും തന്റെ മനസ്സിൽ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാം. ഇനി താനത് പറഞ്ഞില്ലെങ്കിലും താൻ എന്താണ് മറച്ചു പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.